ഹെബഡീസ് അങ്ങനെ ദൃശ്യം 3 കണ്ടിട്ട് വന്നു. നല്ല സിനിമ, ഗംഭീരമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വൺ ടൈം വാച്ചബിൾ ആണ്, തിയേറ്റർ വാച്ചബിൾ ആണ്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് പോയിട്ട് കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഫസ്റ്റിനോടും സെക്കൻഡിനോടും അവർ മാക്സിമം നീതി പുലർത്തിയിട്ടുണ്ട് ഈ പടം ചെയ്യുന്ന സമയത്ത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. വണ്ണും ടൂവിനോട് പോലെ തന്നെ അത് നശിപ്പിക്കാതെ പോലെ തന്നെ ഒരു 3 മാക്സിമം അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പാറ്റേണും സെയിം പാറ്റേൺ തന്നെയാണ്. വണ്ണും ടൂവും പോലെ തന്നെയാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. ഗ്രേഡിങ്, കളർ മിക്സിംഗ് ഒക്കെ സെയിം പാറ്റേൺ തന്നെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ സ്റ്റൈൽ വെച്ചിട്ട് കുറച്ച് പുതിയ പുതിയ ക്യാമറ വർക്ക്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റണ്ടും ഇതൊന്നും ഇല്ലാത്തൊരു സിനിമ ആയതുകൊണ്ട് തന്നെ നോർമലി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. സ്റ്റണ്ട് കൊറിയോഗ്രഫി ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഒരു നോർമൽ ലെവലിൽ എടുത്തേക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുള്ളൂ. ഇത് യുക്തിപരമായി ചിന്തിക്കുന്നവർക്ക് ഓക്കെ ആയിട്ടുള്ള സിനിമയാണ്. കാരണം നമുക്കറിയാം, വളരെ ലോജിക്കൽ ആയിട്ടുള്ള സിനിമയാണ്. ഒരു നോർമൽ ഫാമിലി ഒരു മർഡർ ചെയ്യുകയും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ആ ഫാമിലി അനുഭവിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു നോർമൽ ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അതെ, തേർഡ് പാർട്ടും അതെ. ഇന്റർവെല് വരെ അത് നോർമലി ഫാമിലി മോഡിൽ പോവുകയും ഇന്റർവെലിന് ശേഷം ഒരു സസ്പെൻസ് ത്രില്ലർ ആക്കുകയും ചെയ്യുന്നു. ഇന്റർവെല്ലിൽ ഒരു ഹൈപ്പും ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു കുതിപ്പും, അതാണ് ഈ ദൃശ്യം വെബ് സീരീസിന്റെ ഒരു മെയിൻ ഒരു അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രേഡിങ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഒരു ഒരു ഗ്രീനറി റേഞ്ചിലാണ് എടുത്തു വെച്ചേക്കുന്നത് ഒരു പടത്തിന്റെ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഇടുക്കിയിൽ നടക്കുന്ന സംഭവം കൊണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ, അതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്കാണ് ഈ സിനിമ എടുത്തു വെച്ചേക്കുന്നത്. നന്നായിട്ടുണ്ട്. പിന്നെ ലാൽ സാറിന്റെ ആക്ടിങ് വാസ് വെരി നൈസ്. ആൻഡ് ബാക്കിയുള്ളവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോമൻസ് റേഞ്ചിലെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പുതിയ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ട് ഈ പടത്തിനകത്ത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ഇനി പറയാൻ പോകുന്നത് മുഴുവൻ സ്പോയിലേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷം വന്നിരുന്ന് കാണുക. അല്ലാന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഡിസപ്പോയിന്റഡ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് സ്പോയിലർ എന്ന് പറയുന്നത് അതിന് മാത്രം വലിയൊരു സ്പോയിലർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവുന്നു, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്നു എന്ന് തോന്നിയിട്ടില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു കൺക്ലൂഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു ഒരു ദൃശ്യം എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ ഔചിത്യം എനിക്ക് അത്ര മനസ്സിലായില്ല. കാരണം സറണ്ടർ ആവാനാണ് എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് പാർട്ട് തന്നെ ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഇതിലൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ സറണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആസ് എ ഓഡിയൻസ് ഈ പടം കൺക്ലൂഡ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കത് നോർമലായിട്ട് തോന്നില്ല. കാരണം ദൃശ്യത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ സെക്കൻഡ് പാർട്ടിലാണെങ്കിൽ പോലും ബോഡി മാറ്റിയപ്പോൾ പോലും സറണ്ടർ ആവാത്ത ജോർജ് കുട്ടി എന്നുള്ളതാണ് ഒരു പടത്തിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇന്നും ഉണ്ടായിരുന്നത്. അതിനോട് നീതി പുലർത്തിയെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല. കാരണം ഇതിനകത്ത് വണ്ണിനും ടൂവിനും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ആൾക്കാർക്ക് എഗേൻസ്റ്റ് ആയിട്ടുള്ള വലിയൊരു ട്രംപ് കാർഡ് തന്നെ ജോർജ് കുട്ടിന്റെ കൈ കിട്ടിയിട്ട് പോലും ക്ലൈമാക്സിൽ സറണ്ടർ ആവുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ആവശ്യം എന്തായിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും മനസ്സിലായില്ല. കാരണം ഫസ്റ്റ് ഹാഫ് ദൃശ്യം മോജി എന്ന് പറയുന്നത് ദൃശ്യം 1 തന്നെയാണ്. കാരണം സെക്കൻഡ് ഹാഫിൽ അവര് നടത്തിയ ആ ഒരു ഹൈപ്പ് ഉണ്ട്, ഒരു സസ്പെൻസ് ത്രില്ലർ ഹൈപ്പ് റേഞ്ച്, ആ ഒരു പീക്ക് മൊമെന്റ് ഉണ്ടാക്കാൻ ഒരു പടത്തിന് പറ്റിയില്ല. കമ്പാരിറ്റീവ്ലി ദൃശ്യം 2 ഇസ് ബെറ്റർ. കാരണം ദൃശ്യം 2ലും ആ ഒരു സസ്പെൻസ് മൊമെന്റ് അവർ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് ദൃശ്യം 2ന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ പറയാ, അത് നോക്കുമ്പോൾ ഇതിൽ സെക്കൻഡ് ഹാഫിൽ അത്രയും സസ്പെൻസ് ത്രില്ലറായിട്ട് തോന്നിയില്ല. ഒന്ന് രണ്ട് പുതിയ ക്യാരക്ടേഴ്സ് ആണ്. ബിജു മേനോൻ ഉണ്ട്, ലൈക്ക് ഇവര് ജോർജ് കുട്ടി തന്നെ കഥ സിനിമയാക്കുകയും അത് കാരണം ബാക്കി എല്ലാവർക്കും അതാണ് എല്ലാവരെയും ഭയങ്കര ട്രിഗർ ചെയ്യുമ്പോൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ വരുന്ന ഒരു ചൊറിച്ചലിനെ പറ്റിയാണ് ഈ പടത്തിന് ഓപ്പോസിറ്റ് ഉള്ളവർക്ക് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം. പിന്നെ വില്ലനായിട്ട് വരുന്ന സഹദേവനാണെങ്കിലും ബാക്കി ആൾക്കാരാണെങ്കിലും സിദ്ദിഖുമ്മ ലാസ്റ്റ് കാല് മാറുന്ന പോലെയൊക്കെ കാണിച്ചേക്കുന്നത്, അതിന്റെയൊക്കെ ഒക്കെ ഓക്കെയാണ്, അതൊക്കെ ഓക്കെ ആയിരുന്നു. ബട്ട് ഈവൻ ദോ ക്ലൈമാക്സ് ഇങ്ങനെ ഒരു സറണ്ടറിനാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദൃശ്യം 2 തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ടൊരു കൺക്ലൂഷൻ കൊടുക്കായിരുന്നു. ഒരു അഗ്രിമെന്റ് ചെയ്തിട്ട് ഇത്ര ഇതുപോലത്തെ ഒരു സറണ്ടർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയായിരുന്നു. മോർ ഓവർ ഇതൊരു കൺക്ലൂഷൻ ആണ് ആക്കാത്ത പോലെ തന്നെ പിന്നെയും ഒരു ടൈലറിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ വീണ്ടും ഗീതാ പ്രഭാകർ തിരിച്ചു വരുന്ന പോലെ എനിക്ക് അവളെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഡയലോഗ്, അതിന്റെ ഔചിത്യം എന്താണെന്ന് അതിന്റെ ദൃശ്യം 4 വേണ്ടി അവർ ആക്കിയതാണോ, അതല്ല ചുമ്മാ എല്ലാ സിനിമയിലും ചെയ്യുന്ന പോലെ ഇങ്ങനെയാണ് എല്ലാ സിനിമകളും ഇപ്പൊ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ വേണം എൻഡ് ചെയ്യാൻ എന്നുള്ള ഒരു നിയമമുള്ള പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് അത്ര എനിക്ക് അറിഞ്ഞുകൂടാ.
ലൈക്ക് സേഡ് ജോർജ് കുട്ടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ജോർജ് കുട്ടി വോൺ സറണ്ടർ എന്നുള്ളതാണ് ജോർജ് കുട്ടിന്റെ ഹൈലൈറ്റ്. ഫാമിലി രക്ഷിക്കാൻ വേണ്ടി മാക്സിമം സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫാമിലി എന്ത് സംഭവിച്ചാലും ഫാമിലിയെ അകത്താക്കില്ല, ഞാൻ അകത്ത് പോയാലും ഫാമിലി അകത്ത് പോകില്ല എന്നുള്ളൊരു കൺക്ലൂഷൻ നിൽക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. എവരിത്തിങ് ഇസ് ഓക്കെ. പക്ഷേ ജോർജ് കുട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ അത്രയും കഷ്ടപ്പെട്ട് താനും അകത്ത് പോവാൻ തന്റെ ഫാമിലിയുടെ കൂടെ പോയി നിൽക്കുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നൊരാളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു എൻ്റെ ഒരു കല്യാണം തന്നെ അവർ ഫേക്ക് ചെയ്ത് എന്തൊക്കെയൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് പടത്തിനകത്ത്. ജോർജ് കുട്ടി കളിക്കുന്ന സെയിം കളി തന്നെ ഓപ്പോസിറ്റിലൊക്കെ തിരിച്ച് കളിക്കുക, വീണ്ടും ചെയ്യാത്ത കുട്ടികളെ ശിക്ഷിക്കാൻ നോക്കുക. ഈ ഒരു ക്ലീശ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ തോന്നി. അതൊക്കെയാണ് ഈ പടത്തിന്റെ ഒരു ഇഷ്യൂ. സ്റ്റോറിയിലാണ് എനിക്ക് മെയിനായിട്ട് ഈ പടത്തിന്റെ ഇഷ്യൂ തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു കൺക്ലൂഷൻ അല്ല ദൃശ്യം എന്ന് പറയുന്ന സീരീസ് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളത്. അറിയാം, ഒരാൾ ചെയ്ത് കിട്ടുന്ന ജയിലിലോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പടത്തിന്റെ ഔചിത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അബൌട്ട് ദിസ് ക്യാരക്ടർ ജോർജ് കുട്ടിയും സർക്കിളിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെ പറ്റി മാത്രമാണ് ഈ സിനിമ എന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തുടരത്തിലാണെങ്കിലും ക്ലൈമാക്സിൽ മോഹൻലാൽ ജയിലിലോട്ട് പോകുന്ന സമയത്ത് പ്രശ്നമൊന്നും തോന്നിയില്ല. ഓക്കെ, ഇറ്റ് വാസ് വെരി നൈസ് ആൻഡ് ഇറ്റ് വാസ് വെരി ഹാപ്പി. ബട്ട് ദൃശ്യം സീരീസ് എന്ന് പറയുന്നത് തന്നെ ഈസ് അബൌട്ട് ദിസ് ഫൈറ്റിംഗ്. ഓക്കെ, ഫൈറ്റിംഗ് ജയിക്കോ തോൽക്കോ എന്നുള്ളതല്ല. പക്ഷെ ഇങ്ങനെ ഒരു ഇത് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈവൺ ആഫ്റ്റർ ദാറ്റ് പിന്നെയും അവർ കുത്തിപ്പിച്ച് കൊണ്ടുവരുന്ന പറയുന്നതൊക്കെ ചെയ്യുക, അതൊക്കെ ആണെങ്കിൽ പടത്തിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നും. ഈ പടത്തിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റോറി തന്നെയാണ്. ഫസ്റ്റും സെക്കൻഡും പോയി ഒരു ഹൈപ്പും മൊമെന്റ് ആ റേഞ്ച് ഒന്നും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ദാറ്റ് വാസ് ഓക്കെ. ബട്ട് ഇങ്ങനെ ഒരു എൻഡിങ് ആയിരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വളരെ ശോകമായിട്ടാണ് തോന്നുന്നത്. അത് മാത്രമാണ് എനിക്ക് ഈ പടത്തിനകത്ത് ആകുള്ളൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങളെ സിനിമ കണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ ബാക്കി കാര്യങ്ങളും കമന്റിൽ പറയാൻ ഓക്കെ ആണോ? അതിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, മേ ബി, യെസ്, ഐ ഡോണ്ട് നോ. ബട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം കമന്റിൽ പറയുക. ഓക്കെ ഗൈസ്.